ഏറെ ആവേശവും ആഹ്ലാദവും അലതല്ലിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് റമദാൻ ഷെരീഫ് ഇതാ വിളിപ്പാട് അകലെ എത്തിയിരിക്കുകയാണ്. റജബിൽ നേടിയ ആത്മാനുഭൂതിയും റമദാൻ ഷെരീഫിനെ വരവേൽക്കാനുള്ള തികഞ്ഞ ആത്മവിശുദ്ധിയും ആവേശവുമൊക്കെ ഷഅബാനെയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ സത്യവിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഷഅബാൻ എൻ്റെ മാസമാണ് എന്ന് വളരെ ആധികാരികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പിനും മറ്റ് ആരാധനകൾക്കുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത ഒരു മാസം കൂടിയാണ് ഷഅബാൻ എന്നുള്ളത്. അതുപോലെ സ്വഹാബത്തുൽ കിറാമും സ്വഹാബി വനിതകളുമൊക്കെ നഷ്ടപ്പെട്ട നോമ്പുകൾ അത് ഷഅബാനിൽ തന്നെ പൂർത്തീകരിക്കുകയും എന്നിട്ട് റമദാൻ ഷെരീഫിനെ വളരെ പരിശുദ്ധമായ മനസ്സോടെയും ശരീരത്തോടുകൂടെയും സ്വാഗതം ചെയ്യാനും വരവേൽക്കാനും തയ്യാറാകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഷഅബാൻ 15 രാത്രിയിൽ ധാരാളം ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് നിർവഹിക്കാനുള്ളത് 3 യാസീൻ പാരായണങ്ങളാണ്. അത് പ്രത്യേകമായ 3 യാസീനുകൾ 3 നിയ്യത്തിന് വേണ്ടി പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് ഇമാമുകൾ ആവശ്യപ്പെടുന്നുണ്ട്. 3 യാസീനുകൾ എന്തിനൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തത് തൂലുൽ ഉംർ അഥവാ ദീർഘായുസിന് വേണ്ടിയാണ് ഒന്നാമത്തതെങ്കിൽ, രണ്ടാമത്തത് ദഫ്ഉൽ ആഫാത്ത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തട്ടിപ്പോവാൻ വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ യാസീനെങ്കിൽ, മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമ നല്ല ശുഭകരമായ അന്ത്യം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് ഇമാമുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ട് കാലാകാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പുണ്യകരമായ ഒരു ഇബാദത്താണ് യാസീൻ പാരായണം. ദീർഘായുസിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഒക്കെ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ രണ്ടാമത്തെ യാസീന് സാമ്പത്തികം, ശാരീരികം, കുടുംബം, മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനുള്ളതാണ് രണ്ടാമത്തെ യാസീനെങ്കിൽ, മൂന്നാമത്തെ യാസീന് ഹുസ്നുൽ ഖാത്തിമ ശുഭകരമായ നല്ല അന്ത്യം, കലിമത്ത് ചൊല്ലിയിട്ടുള്ള അന്ത്യം, അതുപോലെ ഈമാൻ സലാമത്തായിട്ടുള്ള അന്ത്യം, അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ എന്ന് ഇമാമുകൾ ആണയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഷഅബാൻ ഇത്രയും വലിയ പ്രാധാന്യമുള്ളത്? മാസങ്ങളുടെ നേതാവായ റമദാൻ ഷെരീഫ് കടന്നു വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസങ്ങൾ ഇതിനെ വരവേൽക്കാനുള്ള എല്ലാവിധ മാനസികമായ ശാരീരികമായ ആരാധനകൾ കൊണ്ട് സുസജ്ജമായി മാറുക എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ പ്രാധാന്യത്തിനുള്ള ഒരു കാരണം. സൂറത്ത് ദുഹാനിൽ പറഞ്ഞ ലൈലത്തു മുബാറക്ക എന്ന് പറയുന്ന ആ പരിശുദ്ധമായ രാവ്, അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ധാരാളം മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ റമദാൻ ഷെരീഫിലാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ നിരാക്ഷേപം അറിയുന്ന കാര്യമാണ്. എങ്കിൽ പിന്നെ ഈ ലൈലത്തുൽ ഖദ്ർ എങ്ങനെ ഷഅബാനിൽ വരുന്നു, ഷഅബാൻ 15 വരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പണ്ഡിത ലോകം നൽകിയിട്ടുണ്ട്. അതിന് പറയുന്നത്, ഈ ലൈലത്തുൽ ഖദ്ർ ഖുർആന്റെ അവതരണം, രണ്ടാമത്തെ അവതരണം ഉണ്ടായിട്ടുള്ളത് 1-ാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ്. ആ ഇറക്കമാണ് ലൈലത്തുൽ ഖദ്ർ റമദാൻ ഷെരീഫിൽ ഉണ്ടാകുന്നത് എന്നും, ഷഅബാൻ 15 അന്ന് ഉണ്ടാകുന്ന അത് ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങുകയാണ് എന്നും പണ്ഡിതന്മാർ വേർതിരിച്ച് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ സൂറത്ത് ദുഹാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അവതരിപ്പിച്ച ഖുർആൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് 1-ാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചതാണ് ഈ 27-ാം രാവിൻ്റെ എന്നുള്ള ലൈലത്തുൽ ഖദ്ർ, അല്ലെങ്കിൽ റമദാനുള്ള ലൈലത്തുൽ ഖദ്ർ എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. സൂറത്ത് ദുഹാനിലെ തുടർന്ന് വരുന്ന ഒരു ആയത്താണല്ലോ ഫീഹ യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം. അന്നത്തെ ആ രാത്രിയിൽ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടത് വിഭജിക്കപ്പെടുന്നു എന്നുകൂടി പറയുമ്പോൾ കൃത്യമായ ലൈലത്തുൽ ഖദ്ർ അഥവാ മനുഷ്യനെ കണക്ക് കൂട്ടിയ കാര്യങ്ങളൊക്കെ വിഭജിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി ഈ സൂറത്ത് ദുഹാനിലൂടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും ഇവിടെയും സംശയം വന്നേക്കാം. സൂറത്ത് ദുഹാനിലും
ലൈലത്തുൽ ഖദറിൻ്റെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ മനുഷ്യനുള്ള നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ, തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഷഅബാൻ 15 നടക്കുന്നു, അതുപോലെ റമദാൻ ഷരീഫിലുള്ള ലൈലത്തുൽ ഖദറിലും നടക്കുന്നു എന്ന സംശയം അവിടെയും ഉണ്ടാവാം. ഈ സംശയങ്ങൾക്കും പണ്ഡിതന്മാർ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അഥവാ ഷഅബാൻ 15 അന്ന് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അത് മലക്കുകൾക്ക് ചുമതലകൾ കൊടുക്കുന്ന ദിവസമാണ് റമദാൻ ഷരീഫിൻ്റെ ഖദർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് മലായിക്കത്തുകൾക്ക് ചുമതലകൾ ഏൽപ്പിക്കുന്ന ദിവസമാണ് റമദാനിൻ്റെ ലൈലത്തുൽ ഖദർ എന്നും അതിനു മുമ്പുള്ള അവതരണമാണ് ഈ ഷഅബാനിൽ നടക്കുന്നത് എന്നും വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞു. അതെ, ഷഅബാന്റെ ലൈലത്തുൽ മുബാറക് കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടൊക്കെ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥനാശംസകളോടെ വാക്കുകൾക്ക് വിരാമിടുന്നു. അസ്സലാമു അലൈക്കും.